ഷാലോം TV സർഗോത്സവത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി നൂറുമേനി ഫലം ചൂടി നിൽക്കുന്ന തൊടുപുഴയുടെ തിലകക്കുറിയായി പ്രശോഭിക്കുന്ന വിമല പബ്ലിക് സ്കൂൾ. ഈ വിദ്യാലയത്തിന് തിരുമുറ്റത്തായിരിക്കുന്നതിൽ ഞങ്ങളേറെ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. പ്രൊവിൻസ് അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇപ്രകാരമൊരു അവസരം ലഭിച്ചതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ പരിപാടികൾക്ക് മുൻകൈ എടുക്കുന്ന ഷാലോം TVക്കും അതിൻ്റെ സംഘാടകർക്കും ഇത് അവതരിപ്പിക്കുന്ന കൊച്ചു കലാകാരന്മാർക്കും കലാകാരികൾക്കും CMC പാവനാത്മ പ്രൊവിൻസിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും. അനുഗ്രഹം ചൊരിയവിയമ്മതൻ നിറമിഴിമോകം മൊഴിയുക. ചേന്നങ്കരി പള്ളിയിൽ മരണമണി മുഴങ്ങാത്ത ദിവസം ഉണ്ടായില്ല എന്ന് പറയാം. ഒരു ദിവസം ആ മണി മുഴങ്ങിയത് നിന്റെ അപ്പന് വേണ്ടിയാ. എന്നെ വിളിച്ച ദൈവത്തെ എനിക്ക് അനുസരിക്കണം. ആഹാ, എന്നാലൊന്ന് കാണട്ടെ. പട്ടം കെട്ടലും ആത്മീയവും ഒക്കെ പാങ്ങുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ. നിനക്കതിന് യോഗമില്ലാന്ന് ഇനിയും പറയണോ? വാരിക്കെട്ടിയ ഒരു പുറപ്പാട്. കാലം പിന്നെയും കടന്നുപോയി. ഒടുവിൽ ആ സുദിനം വന്നു. എന്തിനാത്? അറിയാതെ വന്നുപോയതാ. ആശാൻ പറയേ. 1829 നവംബർ മാസത്തിൽ അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് അന്ന് വരാപ്പുഴ മെത്രാനായിരുന്ന മൗറേലിയോസ് തബലീനിയിൽ നിന്നും ചാവറ കുര്യാക്കോസ് തിരുപ്പട്ടമേറ്റു. അന്ന് അർത്തുങ്കൽ പള്ളി തിങ്ങിക്കൂടിയവരില് അത് കാണാൻ മറ്റാരേക്കാളും കൊതിച്ചവർ മാത്രം ഉണ്ടായില്ല. പ്രിയപ്പെട്ട അപ്പൻ, അമ്മ, ചേട്ടൻ. പക്ഷേ ആശാനെ, അന്ന് ചിറ്റപ്പന്മാര് തടഞ്ഞു വെച്ചായിരുന്നല്ലോ. പിന്നെ എങ്ങനാ കുര്യാക്കോസ് വീണ്ടും സെമിനാരിയിലെത്തിയതും പഠിച്ചതും? ആശാൻ അത് പറഞ്ഞില്ല. അന്ന് ആ വിവരമറിഞ്ഞ് തോപ്പിൽ ഗീവർഗീസച്ചൻ ചാവറയിലെത്തിയായിരുന്നു. എന്നിട്ട് കുര്യാക്കോസ് ഇപ്പോ കൊച്ചുകുട്ടിയാണോ?
അവന് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള പ്രായവും വിവരവുമില്ലേ? അവന് ശരിയാന്ന് തോന്നണത് ചെയ്യട്ടെ. തന്നെയല്ല, ദൈവവിളി കേട്ടുപോയവനെ തടയാന്ന് വെച്ചാ അതൊന്നും ശരിയല്ല എന്നൊക്കെ തോപ്പിലച്ചൻ പറഞ്ഞപ്പോ ചിറ്റപ്പന്മാർക്ക് പിടിവാശി വിടേണ്ടി വന്നു അല്ലേ ആശാനെ? അങ്ങനെയാണ് ആ വലിയ അഗ്നിപരീക്ഷണം ജയിച്ചത്. ജയിച്ചില്ലായിരുന്നെങ്കിലോ? ജയിക്കണമല്ലോ. അല്ല, ജയിച്ചില്ലായിരുന്നെങ്കിലോ? അല്ല എടാ, പരിശുദ്ധ ദൈവമാതാവാ യഥാർത്ഥത്തില് അന്നവിടെ ഇടപെട്ടത് പ്രിയ മകന്റെ പ്രതിസന്ധിയില്. പിന്നെ അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? പോട്ടാശാനെ, ആശാൻ പുത്തൻ കുർബാനയുടെ കാര്യം പറ. പട്ടമേറ്റ അതേ മാസം 29-നായിരുന്നു നാട്ടുനടപ്പനുസരിച്ചുള്ള പുത്തൻ കുർബാന ചേന്നങ്കരി ഇടവകപ്പള്ളിയിൽ വെച്ച്. സദ്യ ഉണ്ടായിരുന്നോ? അയ്യോ, തീറ്റക്കാഴ്ത്തിയെ പറ്റി അവൻ ആദ്യം അറിയേണ്ടത്. എടാ, നാട്ടുകാരുടെ സന്തോഷം എന്തായിരുന്നു എന്ന് അറിയണ്ടേ? എന്തൊക്കെയാണ് അവർ ആർത്തു വിളിച്ചതെന്ന് കേക്കണ്ടേ? അതിപ്പോ ഞങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ ആശാനെ, അല്ലേ? പിന്നെ എന്നാ തുടങ്ങിക്കോ, ഞാനും കൂടാ. കൈനഗരിയുടെ പൊന്മകരിവനെ തെരഞ്ഞെടുത്തൊരുക്കിയ ദൈവമേ നന്ദി, നന്ദി. കൈനഗരിയുടെ പൊന്മകരിവനെ തെരഞ്ഞെടുത്തൊരുക്കിയ ദൈവമേ നന്ദി, നന്ദി. അഗ്നിപരീക്ഷയിൽ ഇടരാതെ കാത്തതാം അമലോത്ഭവയേ അമ്മേ നന്ദി. നാടിന്റെ പുണ്യമീ മകന്റെ പേരെഴുതട്ടെ. കാലം തൻ ചരിത്ര പുസ്തകത്താളുകളിൽ, കാലം തൻ ചരിത്ര പുസ്തകത്താളുകളിൽ. കൈനഗരിയുടെ പൊന്മകരിവനെ തെരഞ്ഞെടുത്തൊരുക്കിയ ദൈവമേ നന്ദി, നന്ദി. കൈനഗരിയുടെ പൊന്മകരിവനെ തെരഞ്ഞെടുത്തൊരുക്കിയ ദൈവമേ നന്ദി, 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 നന്ദി. പട്ടക്കാരനാവണമെന്നായിരുന്നു എന്റെയും ആഗ്രഹം. എടാ, അതിന് വല്ലതും പഠിക്കണം. ഇവനെ പോലൊരുത്തൻ അന്ന് ചാവറയച്ചന്റെ കൂടെ പള്ളിപ്പുറം സെമിനാരിയിലുണ്ടായിരുന്നു, ഒരു പീലിപ്പോസ്. പട്ടക്കാരനാവണമെന്ന് പീലിപ്പോസിന് നിർബന്ധം. പക്ഷേ സുറിയാനി പഠിക്കാതെ അക്കാലത്ത് പട്ടക്കാരനാവാൻ പറ്റില്ല. പഠിക്കാൻ പീലിപ്പോസിനും പറ്റില്ല. പഠിക്കാൻ സമർത്ഥനായ ചാവറയച്ചനും കുറേ സഹായിച്ചതാ. എവിടെ എന്നിട്ട് ആശാനെ? എന്നിട്ടെന്താ, പട്ടം കിട്ടില്ല എന്ന് വന്നപ്പോ സെമിനാരിന്ന് വഴക്കിട്ട് ഒറ്റ പോക്ക്. ആ, നമുക്ക് ചാവറയച്ചനിലേക്ക് തിരിച്ചു വരാം. ദൈവമേ, നിന്റെ ഹിതം പോലെ ഈ ദാസനെ നീ ഒരുക്കിയിരിക്കുന്നു. ഇനി വേലയും ഇടവും നിശ്ചയിച്ചാലും. പട്ടമേറ്റപ്പോ ചാവറയച്ചൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഇത്രയും കേട്ടത് വെച്ച് നോക്കുമ്പോ പറഞ്ഞിട്ടുണ്ടാകും. ധ്യാനവും പ്രസംഗവും നടത്തി അൽമായരിൽ ആത്മീയ ഉണർവുണ്ടാക്കിക്കൊണ്ടായിരുന്നു ചാവറയച്ചന്റെ തുടക്കം. ചാവറയച്ചന്റെ പ്രസംഗം എന്റെ കൂടപ്പുറപ്പേ, അതൊന്നു കേക്കേണ്ടതാ. എന്താ ഒരു ഭാഷ, എന്താ അതിന്റെ ശക്തി! കേട്ടിരുന്നാ മതി, നമ്മൾ അറിയാതെ മനോപരിവർത്തനമുണ്ടാവും. ഇതായിരുന്നു അന്നത്തെ ജനസംസാരം. ഇടയ്ക്ക് പള്ളിപ്പുറം സെമിനാരിയിലെത്തി പാലക്കിലച്ചനെ സഹായിച്ചുമിരിക്കെ ഒരു മഹാദൗത്യത്തിലേക്ക് ചാവറയച്ചൻ വിളക്കിച്ചേർക്കപ്പെട്ടു. സന്യാസത്തിൽ താല്പര്യമുള്ള വൈദികർക്കായി ഒരാശ്രമം ഉണ്ടാക്കുക. ഒരു കൊവേന്ത. അതെ, അല്ല ആശാനെ, അന്നത് വേറെ ഉണ്ടായിരുന്നോ? യൂറോപ്പിലുണ്ടായിരുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് പലർക്കും അന്നത് കേട്ടുകേൾവി പോലും ആയിരുന്നില്ല. അങ്ങനെയാണല്ലേ? മെത്രാന്റെ സെക്രട്ടറി ആയിരുന്ന പോരൂക്കര തോമാ അച്ഛൻ
പാലക്കലച്ഛൻ, പിന്നെ ചാവറയച്ഛൻ. 3 അച്ഛന്മാരങ്ങനെ കൊവേന്ത എന്ന സ്വപ്നവുമായി ഒത്തുചേർന്നു. കൂടെ കണിയാന്തറ യാക്കോബും. അതാരാ കണിയാന്തറ യാക്കോബ്? പോരൂക്കരയച്ഛന്റെ ബാല്യകാല സുഹൃത്തും സഹപാഠിയുമായിരുന്നു യാക്കോബ്. പട്ടക്കാരനല്ലെങ്കിലും യാക്കോബിനുമുണ്ടായി സന്യാസത്തിൽ താല്പര്യം. ആഹാ, എന്നിട്ട് ആ സ്വപ്നം എങ്ങനെയും നിറവേറ്റിയേ പറ്റൂന്നായപ്പോ അവര് സ്തബലീനി മെത്രാനെ കണ്ടു. മെത്രാൻ സന്തോഷത്തോടെ അനുമതി കൊടുത്തു. അല്ലാശാനെ, അതിന് പണം വേണ്ടേ, സ്ഥലം വേണ്ടേ? അതിനല്ലേ മെത്രാൻ ധർമ്മക്കടലാസ് കൊടുത്തത്. ധർമ്മമായിട്ട് കടലാസ് കൊടുത്തുന്നോ? എടാ, ധർമ്മമായിട്ട് പണം പിരിക്കാനുള്ള അനുമതിപത്രം ഒപ്പിട്ട് കൊടുത്തുന്ന്. പിന്നെ സ്വന്തം സംഭാവനയായിട്ട് 200 രൂപയും കൊടുത്തു. അത് കൊള്ളാം. പിന്നെ ഉചിതമായ ഒരിടം കണ്ടുപിടിച്ചു. അങ്ങ് കോട്ടയം മാന്നാനത്ത് കൂപ്പുകൈ പോലൊരു കുന്ന്. അവരതിന് സുറിയാനിലൊരു പേരിട്ടു, ബേസ്റൗമ. എന്ന് വെച്ചാല് സ്വർഗീയ ഭവനം. അവിടെ 1831 മെയ് മാസം 11 വിശുദ്ധ യൗസേ പിതാവിന്റെ നാമത്തില് പോരൂക്കര തോമാച്ചൻ ആശ്രമത്തിന് തറക്കല്ലിട്ടു. കൊവേന്ത പണിക്ക് വേണ്ടി പോരൂക്കരയച്ഛനെയും ചാവറയച്ഛനെയും മറ്റെല്ലാ ചുമതലയെന്നും ഒഴിവാക്കിയ സ്തബലീനി മെത്രാൻ പണി തുടങ്ങിയപ്പോഴേക്കും യൂറോപ്പിലേക്ക് സ്ഥലം മാറിപ്പോയി. അന്ന് നമുക്ക് സ്വദേശി മെത്രാന്മാരില്ലായിരുന്നല്ലോ. പകരം വന്ന ഫ്രാൻസിസ് മെത്രാൻ ആദ്യമൊക്കെ കൊവേന്ത പണിയിൽ താല്പര്യം കാട്ടിയെങ്കിലും പിന്നെ ആ മനസ്സങ്ങോട്ട് മാറി. അതെന്താ ആശാനെ? എന്തോ തെറ്റിദ്ധാരണയുണ്ടായി, അത്ര തന്നെ. എന്തായാലും അതിന്റെ ഫലം കടുത്തതായിരുന്നു. ആദ്യം ചാവറയച്ഛനെ മാന്നാനത്ത് നിന്ന് സ്ഥലം മാറ്റിയ ഫ്രാൻസിസ് മെത്രാൻ പോരൂക്കരയച്ഛനും കൊടുത്തു ഒരു സ്ഥലം മാറ്റ ഉത്തരവ്. കഷ്ടം. പള്ളിപ്പുറം പള്ളിയുടെ ചുമതലയായിരുന്നു ചാവറയച്ഛനെ ഏൽപ്പിച്ചു കൊടുത്തത്. പോരൂക്കരയച്ഛന് കൊല്ലത്തുള്ള 1-2 പള്ളികളുടെ. ഇതിനിടെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്ന അവര് ആ കഠിന പരീക്ഷണത്തിനു മുൻപില് വേദനയോടെ നിന്നു. അച്ചോ, നിശ്ചലമായ ബേസ്റൗമ വല്ലാത്ത വേദനയാണല്ലേ. ഇവിടെ നമ്മൾ ആദ്യം നാട്ടിയത് ഈ മരക്കുരിശല്ലേ. നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ തുടക്കമായിട്ട്. ചാവറയച്ഛൻ പോരൂക്കരയച്ഛനെ കാണാൻ വന്നതാ. മെത്രാന്റെ സ്ഥലം മാറ്റ ഉത്തരവ് പാലക്കലച്ഛനെ കാണിച്ചല്ലോ അല്ലേ? കാണിച്ചു. ആ കണ്ണുകൾ നിറഞ്ഞുപോയി. വേദനയോടെയാണെങ്കിലും മെത്രാനെ അനുസരിക്കാൻ തന്നെയാണ് പാലക്കലച്ഛൻ പറഞ്ഞത്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമല്ലേ. ഞാനും പോവുകയാണച്ചു. ചാവറയച്ഛൻ പോയപ്പോ പൂരൂക്കരയച്ഛനെങ്കിലും ഉണ്ടാകുമല്ലോ എന്ന് ആശ്വസിച്ചതാ. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പണപ്പിരിവും പണി നടത്തിപ്പും അച്ഛൻ ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ട് പോന്നതാ. ഇനിയിപ്പോ അച്ഛനും കൂടി പോയാല് പാടില്ലച്ചോ. അച്ഛൻ മെത്രാനെ ഒന്ന് കാണണം. ഈ കൽപ്പന റദ്ദ് ചെയ്യാൻ അപേക്ഷിക്കണം. ചാവറയച്ഛൻ അപേക്ഷിച്ചതല്ലേ. പാലക്കലച്ഛന് സെമിനാരിൽ പിടിപ്പത് പണിയുണ്ട്. എനിക്കാണീ പണത്തിന് നാട് തണ്ടണം, പിന്നെ പണി നോക്കി നടത്തിക്കാൻ ചാവറയച്ഛൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ബോധിപ്പിച്ചതല്ലേ. എന്നിട്ടും മെത്രാന്റെ മനസ്സ് മാറിയില്ലല്ലോ. കൽപ്പന അനുസരിക്കണമെന്ന് തന്നെയല്ലേ കടുപ്പിച്ച് പറഞ്ഞത്. ഇനി ഞാനും കൂടി വെറുതെ ആ മുഖം ചുവന്ന് കാണണോ? വേണ്ട. അപ്പോ നമ്മുടെ സ്വപ്നം യാക്കോബേ, നമുക്കത് ദൈവഹിതത്തിന് തന്നെ വിട്ടുകൊടുക്കാം. ദൈവമേ, ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയത് ഒന്നുമാകാതെ അവസാനിക്കുകയാണോ? എന്നാലും എന്തുമാത്രമാണ് കഷ്ടപ്പെട്ടത്. കൊവേന്തയ്ക്ക് ഒരിടം തേടി 2 വർഷത്തോളം അലഞ്ഞു. ഒപ്പം പണത്തിന് വേണ്ടി പരക്കം പാഞ്ഞു. സ്തബലീനി മെത്രാൻ എഴുതി തന്ന ധർമ്മക്കടലാസം പിടിച്ച് കയ്യും നീട്ടി കാരുണ്യം കാത്തു നിന്നത് എത്ര പേരുടെ മുമ്പിലാന്ന് അച്ഛന് വല്ല എണ്ണമുണ്ടോ? കനിയുള്ളവരെ തേടി കാൽനടയായി പിന്നിട്ട കാതങ്ങൾക്ക് കണക്കുണ്ടോ? യാക്കോബേ, ഈ കുരിശ് ഇവിടെ നാട്ടിയ നാൾ തൊട്ട് ഈ കുന്നു കയറി വന്ന് പ്രാർത്ഥിക്കാത്ത നാട്ടുകാരില്ല. ഇവിടെ മുട്ടുകുത്തി നമ്മൾ വിളിച്ചപേക്ഷിക്കാത്ത പുണ്യവാന്മാരില്ല. എല്ലാം എല്ലാം വെറുതെയായോ,
വെറുതെ. സന്യാസത്തിന് ഒരുങ്ങുന്നവരല്ലേ മെത്രാനോ മെത്രാനിലൂടെ ദൈവോ അവരെ ഒന്ന് പരീക്ഷിച്ചതാവാം ഇത്. എന്തായാലും അധികം വൈകാതെ ഫ്രാൻസിസ് മെത്രാൻ അവരെ തിരിച്ചു വിളിച്ചു എന്ന് മാത്രമല്ല, പണി തുടരാൻ അനുമതിയും കൊടുത്തു. വീണ്ടും അതങ്ങനെ നീങ്ങുന്നതിനിടയ്ക്ക് സന്യാസത്തിൽ താല്പര്യമുണ്ടായ മറ്റു ചില വൈദികരും അവരോടൊപ്പം ചേരുകയുണ്ടായി. ഒവേന്ത പണി പൂർത്തിയാക്കുന്നതിന് മുൻപ് ധ്യാനയോഗവും കർമ്മയോഗവും കൂട്ടിയിണക്കിയ സന്യാസ ജീവിത ക്രമത്തിലേക്ക് അവര് കടക്കുകയും ചെയ്തു. അമലോത്ഭവ മാതാവിന്റെ ദാസസംഘം എന്നായിരുന്നു അവരെന്ന് സ്വീകരിച്ച പേര്. ഏറെ കഴിയും മുൻപ് പാലക്കൽ തോമ അച്ഛൻ സ്വർഗീയ വിശ്രമത്തിന് വിടവാങ്ങി. നഷ്ടദുഃഖം വലുതായിരുന്നെങ്കിലും കർമ്മയോഗിയായ ചാവറയച്ചന് തളർന്നിരിക്കാൻ കഴിയില്ലല്ലോ. അച്ഛൻ പുതിയ ദൗത്യങ്ങളിലേക്ക് കടക്കുകയായി. മാന്നാനത്ത് നിന്ന് വരുക ചാവറ കുര്യാക്കോസച്ചൻ. ഓ, കേട്ടിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്. അച്ഛനിരിക്കുക. ധ്യാനവും പ്രസംഗവും മാത്രമായിട്ട് കഴിഞ്ഞ കാലം തൊട്ടേ അച്ഛൻ അറിയപ്പെട്ട ആളല്ലേ? അച്ഛന് എഴുത്തുപടിയും ഉണ്ടല്ലേ? എന്ന് ചോദിച്ചാല് സുറിയാനിയിലും തമിഴിലുമുള്ള ചില പുസ്തകങ്ങള് മലയാളത്തിലാക്കിയിട്ടുണ്ട്. ഒക്കെ ആത്മീയ. അതും കേട്ടിട്ടുണ്ട്. പിന്നെ സ്വന്തമായിട്ടും ചിലതൊക്കെ ഉണ്ട്. അച്ഛൻ എഴുത്തും വായനയെന്ന് പറഞ്ഞാല് ആത്മീയ കാര്യങ്ങൾ പോലെ തന്നെയാ. അറിവ്, ജ്ഞാനം, അതല്ലേ എല്ലാം. പിന്നെന്താ ഇങ്ങോട്ട്? എനിക്ക് ഈ അച്ചുകൂടത്തിന്റെ മേൽനോട്ടക്കാരനെ ഒന്ന് കണ്ടാ കൊള്ളായിരുന്നു. അത് ഞാൻ തന്നെയാ. എന്താന്ന് വെച്ചാ പറഞ്ഞോ. വല്ലതും അച്ചടിക്കാനോ മറ്റോ? ഏയ്, ഇതൊന്ന് കണ്ടുപോകണമെന്നേ ഉള്ളൂ. കാണാനോ? അച്ചുകൂടത്തിന്റെ യന്ത്രപ്പണിയും പിന്നെ അക്ഷരവിദ്യയും ഒക്കെ അച്ഛനൊന്ന് കണ്ടു മനസ്സിലാക്കിയ കൊള്ളാന്നുണ്ട്. അത് ശരി. എന്നിട്ട് എന്തു ചെയ്യാനാ? ഇനിയിപ്പോ മാതാരത്ത് ഒരച്ചുകൂടം കൂടി തുടങ്ങിയാ കൊള്ളാന്നുണ്ടോ? ഉള്ളത് പറയണല്ലോ. ചാവറേച്ചൻ അതിന് ആഗ്രഹപ്പെട്ട് തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അല്ല, അച്ചുകൂടം മാത്രം പോരല്ലോ, അച്ചടിക്കാൻ ബഷീ കടലാസ് വേണ്ട. ഇതൊന്നും ഈ മലയാളക്കരയിൽ അങ്ങാടി കിട്ടുന്നതല്ല. ഒക്കെ അങ്ങ് സായിപ്പിന്റെ നാട്ടിൽ നിന്ന് വരുത്തണം. പറ്റുമോ? അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ. ആദ്യം ഇതൊന്ന് കാണട്ടെ. എന്തിനാച്ചോ വെറുതെ? അച്ചടിന്ന് പറഞ്ഞ ഒരത്ഭുത വിദ്യ. അതങ്ങനെ കണ്ടുപഠിക്കാൻ പറ്റില്ല. പലവ്യഞ്ജന പീടിക പോലെ തോന്നിയവർക്കൊന്നും അച്ചുകൂടം തുടങ്ങാനും പറ്റില്ല. ഈ തിരുവിതാംകൂറിൽ തന്നെ രണ്ട് അച്ചുകൂടങ്ങളേ ഉള്ളൂ. ഒന്ന് കോട്ടയത്തെ ഈ CMS, പിന്നുള്ളത് അങ്ങ് തിരുവനന്തപുരത്ത് സർക്കാരിൻ്റെ വക. ഇതിന്നറിയാലോ കാര്യങ്ങൾ എങ്ങനെയാന്ന്. നിങ്ങൾ ചെന്നാട്ടെ. എന്തായാലും പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള അച്ഛൻ്റെ ഉത്സാഹം കൊള്ളാം. പക്ഷേ അച്ചുകൂടത്തിന് വേണ്ടി വെനക്കെടണ്ട, നടക്കില്ല. പ്രൊട്ടസ്റ്റന്റുകാരുടെ വകയായിരുന്നല്ലോ CMS. അത് കാണാൻ അനുവദിക്കില്ലെന്ന് കണ്ടപ്പോ ചാവറയച്ചൻ നേരെ തിരുവനന്തപുരത്തിന് പോയി. സർക്കാർ വക അച്ചടിശാല കണ്ടുവന്ന അവിടുന്ന് 1846 ഒരച്ചടിശാലയും അതേ വർഷം തന്നെ ഒരു സംസ്കൃത പാഠശാലയും മാന്നാനത്ത് സ്ഥാപിക്കുകയുണ്ടായി. ഇതിനിടയിൽ പാലക്കലച്ചന് പിന്നാലെ പോരൂക്കരയച്ചനും നിത്യതയിലേക്ക് യാത്രയായി. 1855 ചാവറയച്ചന്റെയും സഹവൈദികരുടെയും വ്രതവാഗ്ദാനം നടന്നു. സന്യാസ സഭയുടെ ആദ്യ പ്രിയോരായി അവരോധിക്കപ്പെട്ട അവിടുന്ന് 1861 കത്തോലിക്ക പള്ളികളുടെ ആദ്യ വികാരി ജനറാളായും ഉയർത്തപ്പെട്ടു. 1864 ഓരോ പള്ളിയുടെ കീഴിലും ഓരോ പള്ളിക്കൂടം എന്ന ആശയം പ്രാവർത്തികമാക്കിയ അവിടുന്ന് അതിനടുത്ത വർഷം മാന്നാനത്തൊരു പ്രാഥമിക വിദ്യാലയവും ആരംഭിച്ചു. കർമ്മനിരതവും സംഭവ ബഹുലവുമായ വർഷങ്ങളിലൂടെ കടന്നുപോയ ആ ധന്യജീവിതത്തിനൊടുവിൽ
മാന്നാനം കൊവേന്തയുടെ ആദ്യ ശാഖയായ കൂനമ്മാവ് കൊവേന്തയിലേക്ക് സ്ഥലം മാറ്റപ്പെട്ട ചാവറയച്ചൻ മഹത്തായ ഒരു സ്വപ്നം കൂടി സാക്ഷാത്കരിച്ചു. സന്യാസത്തിൽ താല്പര്യമുള്ള സ്ത്രീകൾക്കായി ഒരു മഠം. മലയാളത്തിലെ പെൺപൈതങ്ങൾക്ക് ഒരു പുണ്യസങ്കേതവും വേദകാര്യങ്ങളെ പഠിക്കുന്നതിനും നല്ല ക്രിസ്ത്യാനി പൈതങ്ങളായി വളരുന്നതിനും ഒരു കന്യാസ്ത്രീ മഠം. അതായിരുന്നു ദീർഘകാലത്തോളം ചാവറയച്ചൻ മനസ്സിൽ കൊണ്ടു നടന്ന സ്വപ്നം. 1-2 ശ്രമങ്ങൾ ഫലം കാണാതെ പോയെങ്കിലും മൂപ്പച്ചനായ ലയോപോൾഡ് മിഷണറിയുടെ സഹകരണത്തോടെ 1866 ഫെബ്രുവരി 13 ചാവറയച്ചൻ അത് സഫലമാക്കുക തന്നെ ചെയ്തു. 4 പേർ മാത്രമാണ് ആദ്യം മഠത്തിൽ ചേർന്നത്. ലയോപോൾഡ് മൂപ്പച്ചനോടൊപ്പം അവർക്ക് ആത്മീയ ശിക്ഷണം നൽകുന്നതിൽ പങ്കുവഹിച്ച ചാവറയച്ചൻ ഒരു പിതാവിനെ പോലെ അവരുടെ ഭൗതിക ചുറ്റുപാടിലും ശ്രദ്ധാലുവായിരുന്നു. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇങ്ങോട്ടിരിക്കാം. പതുക്കെ. ഇന്ന് അമ്മത്രേസ്യയുടെ തിരുനാളാണല്ലോ. അതാ വലിയ പ്രിയോരച്ചൻ വന്നത്. മക്കൾക്കെല്ലാം എൻ്റെ തിരുനാൾ മംഗളങ്ങൾ. നന്ദിയുണ്ടച്ചു. തീരെ വയ്യാതിരുന്നിട്ടും ഇതിനായി വന്നല്ലോ. അമ്മത്രേസ്യയുടെ അനുഗ്രഹത്തിനായി ഇന്നെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം. അമ്മയുടെ പുണ്യവഴിയുടെ മഹത്വം ധ്യാനിക്കണം. എന്താണച്ചോ? മക്കളെ ആരെയും തിരിച്ചറിയാൻ പറ്റണില്ല. നേരെ നോക്കിയിട്ടും നക്ഷത്രങ്ങളെ പോലെ ഏതാണ്ടൊരു മിന്നലേ കാണുന്നുള്ളൂ. എന്തായാലും ഈ മുറ്റത്തിങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളുടെ മുന്നിലിരിക്കുമ്പോൾ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പനമ്പ് കൊണ്ട് കെട്ടിമറിച്ചൊരു കൊച്ചു പുര, അതായിരുന്നല്ലോ ആദ്യത്തെ മഠം. പ്രിയോരച്ചന് ധർമ്മം കിട്ടിയ 18 രൂപയും കൊണ്ടല്ലേ തുടക്കം. അന്ന് അതേ സാധിക്കായിരുന്നുള്ളൂ. അതങ്ങനെ ചെതലരിച്ചും ജീർണിച്ചും കൺമുമ്പിൽ കണ്ട കാലത്ത് വല്ലാത്ത ആശങ്കയായിരുന്നു. കാലവർഷവും തുലാവർഷവും തകർത്ത് പെയ്തപ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയല്ലോ. പോട്ടെ. എന്നാലും ഈ പുതിയ മഠം പണിയാൻ പ്രിയോരച്ചൻ സഹിച്ച കഷ്ടതകളൊക്കെ ഈ മലയാളക്കര തന്നെ ഒരിക്കലും മറക്കാൻ പോണില്ല. അതെ, അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ വിചാരവും. പ്രായത്തിന്റെയും രോഗത്തിന്റെയും അലട്ടിൽ സഹിച്ച പണപ്പിരിവിനു വേണ്ടി പള്ളികൾ തോറും കയറിയിറങ്ങി നടന്നത്. കെട്ടുറപ്പുള്ളൊരു കെട്ടിടം എങ്ങനെയെങ്കിലും എൻ്റെ മക്കൾക്ക് പണിയിപ്പിച്ചു കൊടുക്കണമെന്നായപ്പോൾ പോയി. ആ മഴയും വെയിലും വകവയ്ക്കാണ്ട് കാളവണ്ടിയും കടത്തുവഞ്ചിയും കയറിയിറങ്ങി ഓരോ ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോഴും ഇപ്പോൾ വീണു പോകുമെന്ന് തോന്നും. അത്രയ്ക്കുണ്ടായിരുന്നു ക്ഷീണം. കഴിഞ്ഞ തുലാവർഷത്തിലുണ്ടായത് നിങ്ങളും പറഞ്ഞു കേട്ടതല്ലേ. അതേപ്പറ്റി ഓർക്കുമ്പോ ഇന്നും സങ്കടം തോന്നും. വാദപ്പനി മൂർച്ഛിച്ച് 2 ദിവസമല്ലേ ബോധം മറിഞ്ഞ് കിടന്നത്. അന്ന് കാലിലുണ്ടായിരുന്ന നീരും പൊട്ടിയൊലിച്ചു. ഞാൻ ചെയ്തതെല്ലാം തമ്പുരാൻ എനിക്ക് തന്ന വേലകളാ. അവിടുത്തെ ദാസനായ ഞാൻ അതിനിടയ്ക്ക് വന്നിട്ടുള്ള ക്ലേശത്തെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല. അതറിയാഞ്ഞിട്ടല്ലച്ചോ. ഇതൊന്നും കാലവും ചരിത്രവും മറക്കില്ല എന്ന് പറഞ്ഞേ ഉള്ളൂ. ഇതിനിടയ്ക്ക് വേറെയും പല കൂട്ടം കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. ഈ മക്കളെ സുഹൃതങ്ങൾ അഭ്യസിപ്പിക്കണം, ഇവർക്ക് വായിക്കാനും പഠിക്കാനും ഉള്ളത് തേടിപ്പിടിക്കണം, കൈവേലയ്ക്ക് വേണ്ടതൊക്കെ തരപ്പെടുത്തി കൊടുക്കണം. എന്തിനധികം അന്നത്തിനുള്ള വക പോലും മുടങ്ങാതെ എത്തിക്കണമായിരുന്നല്ലോ. അതെല്ലാം ഒരപ്പൻ്റെ കടമയല്ലേ. അത് പോട്ടെ. പുതുതായി പെണ്ണുങ്ങൾ ആരെങ്കിലും ചേർന്നോ കുഞ്ഞുങ്ങളെ വല്ല തൊഴിലും പഠിക്കാൻ? കഴിഞ്ഞയാഴ്ച 2 പേര് ചേർന്നു. അതിലൊരാളുടെ കുടുംബകാര്യം തീരെ കഷ്ടത്തിലാണ്. അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം. പിന്നെ കൊന്ത കെട്ടാനും തുന്നാനും ഒക്കെ പഠിപ്പിക്കുന്നതിനിടയ്ക്ക് പാഴ്വർത്തമാനമരുത്. ആത്മീയ കാര്യങ്ങളെപ്പറ്റി
വീഴ്ചയില്ലാതെ സംസാരിക്കണം. മക്കളുണ്ടെങ്കിൽ അവരുടെ പഠിപ്പിനെ പറ്റിയും ചോദിക്കുകയും പറയുകയും വേണം. ചെയ്യുന്നുണ്ടച്ചോ. ആ, എന്തു ചെയ്താലും അത് ദൈവാർപ്പിതമായിട്ട് വേണമെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? എന്നാ പോട്ടെ, അധിക നേരം ഇരിക്കാൻ വയ്യ. പതുക്കെ. നിങ്ങളെ കാണാൻ ഇനി വരാൻ പറ്റുമെന്ന് അറിയില്ല മക്കളെ. എന്നാലും വിശേഷിച്ച് എന്താവശ്യം ഉണ്ടായാലും അറിയിക്കാൻ മടിക്കണ്ട. എന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തു തരാം. ചാവറയച്ചൻ തന്റെ ധന്യജീവിതത്തിലെ അവസാന വർഷങ്ങൾ ചെലവഴിച്ചത് കൂനമ്മാവ് കൊവേന്തയിലാ. അതിനടുത്ത് തന്നെയായിരുന്നു പുതിയ മഠവും. 1867 പണിതീർത്ത അതിലേക്ക് ഫെബ്രുവരി 27 അവരെ മാറ്റിപ്പാർപ്പിച്ചത്. ഒരിക്കൽ കർമ്മലീത്ത സന്യാസിനി സഭാമക്കളെ ഉദ്ദേശിച്ച് അവിടുന്ന് ഇങ്ങനെ എഴുതി: എൻ്റെ മക്കളെ, എളിമ, ചൊല്ലുവിളി, ഉപവി, അഗതിത്വം, ഈ 4 പുണ്യങ്ങളും നിങ്ങളിൽ നിറഞ്ഞു നിന്നാൽ ഈ സഭ വളരും. നിങ്ങൾ മാലാഖമാരുടെ കൂട്ടമാവുകയും ചെയ്യും. സ്ഥാപകപിതാവിന്റെ ഈ വാക്കുകൾ മക്കൾ തെറ്റിച്ചില്ല. സഭയുടെ വളർച്ചയുടെ കഥയൊക്കെ വഴിയേ പറയാം.